പള്ളിപ്പെരുന്നാളടി, ബസ്സടി, പോലീസ് സ്റ്റേഷൻ അടി. എനർജി എന്നൊക്കെ പറഞ്ഞ ഈ പ്രായത്തിൽ ഇത്ര എനർജി ചെയ്യുന്ന അത് ഞാൻ ഈ പ്രായത്തിൽ എണീറ്റ് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യുമ്പോൾ അതിനൊരു എന്താണ് കുറച്ചുകൂടെ പവറോ കുറച്ചുകൂടെ എടുപ്പോ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ കൈയടി, ഇവിടെ ഇവിടെ ഇത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ ഡബിങ്ങിന് വരും ഞാൻ പോകും. ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇവിടെ നീ എന്താ ഇവിടെ ജോലി എടുക്കണ്ടോന്നൊക്കെ ചോദിച്ചല്ലേ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും വേഷമുണ്ടോ, നിനക്ക് പറ്റുന്നൊന്നുമില്ല. അവിടെ കേക്കോ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പം എന്തെങ്കിലും ഞാൻ വരെ ജോർജ് അങ്കിളിനെ ഇങ്ങനെ ഹംസധ്വനി എന്ന പന്മരമീടും പകരമാരി ഇന്ദു. ഞാൻ മമ്മൂക്കേനെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് നോക്കണം. അപ്പൊ ഞാൻ നോക്കിയത് ഇങ്ങനെ അങ്ങനെയല്ല, പതുക്കെ പോ. മമ്മൂക്കയുടെ അധികം ആർക്കും അറിയാത്ത ഒരു ടാലന്റ് ഉണ്ടോ? ആൾക്കാരെ കളിയാക്കാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്തോ കാരണവശാൽ ഇങ്ങോട്ട് ചോദിക്കണേ ഹൗ ആർ യു എന്തോ ചോദിച്ചു. ഞാനൊരാവശ്യമില്ല ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തൊക്കെയോ അയച്ച സ്റ്റോപ്പ്. അപ്പോൾ പുള്ളി തിരിച്ചയച്ച മെസ്സേജ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പുള്ളി അയച്ചൊരു രണ്ട് വരിയുണ്ട്, ദി സ്ട്രഗിൾ ഇസ് ദ ഗുഡ് പാർട്ട്, വൺസ് യു റീച്ച് ദെയർ ഇറ്റ്സ് നോട്ട് എക്സൈറ്റ്. അഞ്ജലിക്ക് സെൽഫി ഉണ്ട്, ഫോൺ എടുത്തു പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോണിൽ പിടിച്ചു. ഫോണല്ല എന്നെ പിടിക്കാൻ, ഞാൻ അടുത്ത് നിൽക്കാൻ. എൻ്റെ ഒരു ക്ലോസ് എടുത്തുകൊണ്ടിരിക്കുക റിയാക്ഷൻ. പക്ഷേ ഈ ക്യാരക്ടർ ഈ സമയത്ത് ഇതല്ലേ, ഇതും കൂടെ വരില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ, എല്ലാം ടെമ്പററി, ഇന്ന് വരും നാളെ പോകും. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഫിലിമി ബീറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് വി ഹാവ് അഞ്ജന ജയപ്രകാശ്, നിരഞ്ജന. സോ രണ്ടുപേർക്കും വെൽക്കം. ഹായ്. ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന മമ്മൂക്ക സിനിമ ഏതാ? തിയേറ്ററിൽ പോയി കാണുന്ന മമ്മൂക്ക സിനിമ എനിക്ക് രാജമാണിക്യം ഓർമ്മയുണ്ട്. തിയേറ്ററിലാണ് പോയി കണ്ടത്, അതാന്ന് തോന്നുന്നു. ഐ തിങ്ക് ഫസ്റ്റ് ടൈം തിയേറ്ററിൽ പോയി കണ്ട ഓർമ്മയുള്ളത് രാജമാണിക്കായിരുന്നു. അത് പിന്നെ ആ സ്ലാങ്ങും അതിൻ്റെ ഒരു ഫുൾ അടിച്ചുപൊളി സാധനം ആയതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. തിയേറ്ററിൽ കയ്യടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് തോന്നുന്നു മേ ബി രാജമാണിക്കാണോ, അല്ല പ്രാഞ്ചേട്ടനൊക്കെ മുമ്പ് പോയിട്ടുണ്ട്. ഇല്ല ബി തിയേറ്റർ രാജമാണിക്ക് പ്രാഞ്ചേട്ടനോ ആയിരിക്കും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്. ഈ ശരിക്കും ഈ ടർബോ ട്രെയിലർ ആദ്യം റിലീസായപ്പോ ഈ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, എന്താണ് ഫുൾ പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമ കണ്ടിപ്പ്. ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു എക്സൈറ്റ്മെന്റ് ഈ ഫസ്റ്റ് കഥ പറയാനൊക്കെ വിളിക്കുമ്പോ? ഈ പോസ്റ്ററിലുള്ള പേരുകൾ തന്നെയാണ് എക്സൈറ്റ്മെന്റ്. വൈശാഖ് സാറ്, മിഥുൻ മാനുവൽ തോമസ്, പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, പിന്നെ ഒരു വലിയ സ്റ്റാർ ലിസ്റ്റ് അല്ലേ, ബിന്ദു ചേച്ചി, രാജ്ബി ഷെട്ടി, സുനിൽ സാറ്, കുറേ പേരുണ്ട്. അപ്പോൾ അത് അവരുടെ വർക്ക് ചെയ്യുക, പിന്നെ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡക്ഷൻ കമ്പനി എല്ലാം തന്നെ, അതൊക്കെ തന്നെയായിരുന്നു എക്സൈറ്റ്മെന്റ്, മേജർ എക്സൈറ്റ്മെന്റ്. നിരഞ്ജനയ്ക്ക് മമ്മൂക്കല്ലോ, മമ്മൂട്ടി അങ്കിളിനാണ് എപ്പോഴും ഫോണില് ഒക്കെ സേവ് ചെയ്തത്. ഫോണില് അങ്ങനെയാണ് ഇപ്പോഴും ഉള്ളത്, കാരണം കൊച്ചിലെ മുതൽ കുടുംബമായിട്ട് പരിചയമുണ്ട്. പക്ഷെ ടെർബോയിലേക്ക് പറഞ്ഞതുപോലെ മമ്മൂട്ടി കമ്പനി തുടങ്ങിയതിന് ശേഷം എനിക്ക് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിന്റെ അടിയിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏരീസ് വിസ്മയ ഡബിങ് സ്റ്റുഡിയോ. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ ഡബിങ്ങിന് വരുമോ ഞാൻ എന്തെങ്കിലും കാരണം ഞാൻ പോകും. ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇവിടെ നീ എന്താ ഇവിടെ ജോലി എടുക്കണ്ടോന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്തിനെങ്കിലും വേണ്ടി പോയി കാണാൻ വേണ്ടി എപ്പോഴും പോകും. അപ്പോ മമ്മൂട്ടി കമ്പനി തുടങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചല്ലേ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും വേഷമുണ്ടോ, നിനക്ക് പറ്റുന്നൊന്നുമില്ല അവിടെ. ഞാൻ നോക്കണ്ട ഒന്നുമില്ല. പിന്നെ ഇനി ജോർജ് അങ്കിളുടെ അടുത്ത് ചോദിക്കും കേക്കോ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പം ഞാൻ വരെ ജോർജ് അങ്കിൾ ഇങ്ങനെ അല്ല. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 മാസം 1.5 മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈശാഖേട്ടൻ വിളിച്ചു, ടെർബോയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, അപ്പം ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ ഈ പേരുകളാണ് മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക ചെയ്യുന്ന ടെർബോ ജോസ്, നിതിൻ മാനുവൽ തോമസ്. ഒന്നുമില്ല, എന്താണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, എത്ര നേരമാണ്
പ്രശ്നമില്ല. ഈ ട്രെയിലർ കഴിഞ്ഞപ്പോ ഈ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നല്ലോ, ഈ ഹംസധ്വനി എന്ന വൻമരം വീണ് പകരം വൻമരം വീണ് പകരം ആര് ഇന്ദു. ഇറ്റ്സ് ലൈക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ ഹംസ ധ്വനി. ഈ പേര് തന്നെ ഭയങ്കര ഐക്കോണിക് ആണ്. സോ ഈ ടർബോയില് എത്രത്തോളം ഐക്കോണിക് ആയിരിക്കും ഈ പറഞ്ഞൊരു? ഇതില് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ കഥാപാത്രത്തിന്റെ പേരിൽ നമ്മളെ അറിയുന്നു. ഇപ്പോഴും അഞ്ജന എന്നുള്ള പേരൊന്നും അധികം ആർക്കും അറിയില്ല. ഹംസ അല്ലെങ്കിൽ പാച്ചുലിക്കുട്ടി അങ്ങനെയാണ്. പക്ഷെ അത്രയും ഒരു സ്വീകരിച്ച ഒരു ക്യാരക്ടർ നിൽക്കുമ്പോൾ അടുത്തതും അതുപോലെ തന്നെ ആവണം എന്നുള്ളൊരു പ്രഷറുണ്ട്. നെഗറ്റീവ് അല്ല, ഒരു പ്രഷർ കുറച്ച് കൂടുതലുണ്ട്. ഇന്ദുലേഖ അതുപോലെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഷോട്ടൊക്കെ എടുക്കുമ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ടോ നമുക്ക് എടുക്കുമ്പോ? പ്രഷർ എന്തായാലും കുറച്ചുണ്ടാവും. അതായത് നമ്മൾ കാരണം റീടേക്സ് പോകുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ വരരുത്, പരമാവധി ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആക്കണം. ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടാവലുണ്ട്. ബുദ്ധിമുട്ടിക്കരുത്, നമ്മള് കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് തോന്നാറുണ്ട്. എനിക്ക് മമ്മൂക്കയോട് അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇപ്പൊ അങ്ങനെ നിരഞ്ജന പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർത്തു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ മമ്മൂക്ക പതുക്കെ പറഞ്ഞാൽ മതി, ഡയലോഗ് പതുക്കെ പറഞ്ഞാൽ മതി, പതുക്കെ ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ മതി. എല്ലാരെയും കാമാക്കും, പക്ഷെ നമ്മള് കാമാവില്ല. നമ്മളൊരു പെട്ടെന്ന് തീർക്കണം. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം ഷോർട്ട് ഞാൻ മമ്മൂക്കേനെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് നോക്കണം. അപ്പൊ ഞാൻ നോക്കി ഇങ്ങനെ അങ്ങനെയല്ല പതുക്കെ പറഞ്ഞ അങ്ങനെയാണ്. കാരണം നമ്മള് പെട്ടെന്ന് എനിക്ക് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് കാറ്റായി വരുന്നൊന്നും വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. ആ സൗണ്ട് വരുന്നില്ല. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രീത് ഇൻ ബ്രീത് ഔട്ട്. ഇനി അതേ ഇമോഷൻ പറ, വന്നാലായി വേഗം. ഈ പുത്തമ്പണത്തിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് കോമ്പിനേഷൻസ് ഏറ്റവും അവസാന ക്ലൈമാക്സ് പോർഷനിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഗോവയിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് കുറെ മെമ്മറീസ് ഉണ്ട്. എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാൻ, ഞാനന്ന് സ്കൂളിലാണ്, അപ്പൊ 12th സ്റ്റാൻഡേർഡിൽ. അപ്പൊ ആ സമയത്ത് മമ്മൂക്ക പടം ഗോവയിൽ ഷൂട്ട് ചെയ്യുന്ന, അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ മമ്മൂക്ക നമ്മളെല്ലാവരും ഡിന്നറിന് കൊണ്ടും അങ്ങനെ എന്തെങ്കിലും. ആ സമയങ്ങൾ കൂടുതൽ ചെലവഴിച്ചത് ഇൻ ടേംസ് ഓഫ് സീൻസ് അല്ല, അല്ലാണ്ട് കാഷ്വൽ ആയിട്ട് കുറെ സമയം ആ സമയത്ത് ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് ആക്ഷൻ ഇല്ല, ആക്ഷന് ഭാഗമാണ്. പക്ഷെ ഞാൻ ആക്ഷൻ ചെയ്യുന്നില്ല. ആക്ഷനൊക്കെ മേജർ ചങ്ക് മമ്മൂക്ക തന്നെയാണ്. പിന്നെ നമ്മളുണ്ട്, അതിന്റെ ഭാഗമാണ്. ബാക്കി പടങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഇല്ല, ആക്ഷൻ ഈ ശരിക്കും പറഞ്ഞിട്ടല്ലോ ഇപ്പൊ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ആയിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ള ഒരു ജോണറാണല്ലോ ഈ ആക്ഷൻ കോമഡി എന്ന് പറയുന്നത്. പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഹൈപ്പ് വന്നതും അങ്ങനത്തെ പടങ്ങളൊക്കെ. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാലോ ഓരോ അപ്ഡേറ്റ്സ് വിടുമ്പോഴും. അപ്പോ ഈ ആക്ഷൻ കോമഡിയുടെ ഒരു നിങ്ങൾ കണ്ടിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താ അത് മമ്മൂക്ക ചെയ്യുമ്പോ? രണ്ടും ആൾക്കാർക്ക് എനിക്കൊന്ന് ഫാൻസിന് രണ്ടും കാണാൻ നല്ല താല്പര്യമുണ്ട്. കാരണം പുള്ളിയുടെ ആക്ഷൻ ഇതെന്ന് പറയുമ്പോൾ ഒരു ആ ലെവലിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. വേറെ ഒരു അത്രയും സ്റ്റാർഡും ഇല്ലാത്തൊരാൾ ചെയ്യുന്ന പോലെയല്ല. മമ്മൂക്ക ചെയ്യുമ്പോൾ അതിനൊരു എന്താണ് കുറച്ചുകൂടെ പവറോ കുറച്ചുകൂടെ എടുപ്പോ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെ കയ്യടി, ഇവിടെ ഇവിടെ ഇത് അങ്ങനെയാണ്. നമുക്ക് ഇതിൽ നല്ല കയ്യടി ഉണ്ടാവും അല്ലെങ്കിൽ നല്ല വിസിലുണ്ടാവും എന്നുള്ളൊരിതുണ്ട്. കോമഡി ഐ ഫീൽ രണ്ട് ജോണേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. കോമഡി ഇഷ്ടമുള്ളവർക്ക് കോമഡിയും ആസ്വദിക്കാം, ആക്ഷൻ ആൻഡ് മാസ് അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് അതും. സോ ഐ ഫീൽ ഇറ്റ്സ് മോർ ഇൻക്ലൂസീവ്. എല്ലാവർക്കും അത് മമ്മൂക്ക മറ്റേ ഇതിന് പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ് ടർബോ. അപ്പൊ അതൊരു ആ കോമ്പിനേഷൻ വർക്ക്സ് വെരി വെൽ. വൈശാഖിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ ഈ ആക്ടറെ മോൾഡ് ചെയ്തെടുക്കുന്നതും? കാരണം വേറെ തന്നെ ഒരു സ്കൂളാണല്ലോ. കറക്റ്റ്. ഈ ഇപ്പൊ മുമ്പ് ചെയ്തിട്ടുള്ള അഖിലിനെ പോലെയല്ല, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള ഇപ്പൊ ആദിത്യനെ പോലെയല്ല. സോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. പക്ക ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു. എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ടർബോന്റെ നരേഷൻ സമയത്ത് ഫസ്റ്റ് എനിക്കൊരു പോസിറ്റീവ് ഓക്കെ നമുക്കിത് ചെയ്യാൻ തോന്നിയത് ഇസ് ബിക്കോസ് വൈശാഖ് സാർ. കാരണം വൈശാഖ് സാർ പടം നരേറ്റ് ചെയ്യുന്നു. നമ്മൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും ഹി വാസ് വെരി ഓപ്പൺ എല്ലാത്തിനുള്ള ഉത്തരം. കാരണം എനിക്ക്
ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് കൊമേഴ്ഷ്യൽ സിനിമ ഇസ് വെരി ഔട്ട് ഓഫ് മൈ സോൺ. എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഭയങ്കര ഔട്ടാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇതെന്താണ് ആ ക്യാരക്ടർ അഭിനയം കുറച്ച് ഡ്രാമാറ്റിക് ആക്കണോ, ഇതാക്കണോ, കുറേ എന്തൊക്കെ ചോദിച്ചു ഞാൻ. ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താണ്ടൊക്കെ ചോദിച്ചു ഞാൻ. ശരി, പാച്ചുലൊക്കെ ചിരിക്കണ സീനൊക്കെ ഭയങ്കര കുറവല്ലേ? ചിരിക്കണ സീൻ ഇല്ലല്ലോ പാച്ചുലൊക്കെ. പാച്ചുല് ആ റൊമാൻസ് പോർഷനിലുണ്ട്. ഐ മീൻ ആദ്യത്തേതല്ല, അത് കഴിഞ്ഞിട്ട് റൊമാൻസ് പോർഷനിലൊക്കെ ഉണ്ട്. ഇതിലും കുറച്ച് ചിരി കുറവാ. അല്ല പാച്ചിൽ പാട്ടിലൊക്കെ ഉണ്ട്. മറ്റേ നിൻകൂടെ അതിൽ ആ പാട്ടിലെ വീട്ടിലുള്ള ആഫ്റ്റർ ദേ ബിക്കം കംഫർട്ടബിൾ പാച്ചും ഇതിലും പാട്ടില്ല. ഇതില് പാട്ടില്ല, പാട്ടിനല്ല, ഇതൊരു തീം മ്യൂസിക് അങ്ങനത്തെ ഒരു OST കൈൻഡ് ഓഫ് ഇതാണ്. മോണ്ടാഷ് പാട്ട്, മോണ്ടാഷ് പാട്ട്, അത് അതർവൈസ് തീം മ്യൂസിക് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ തീം, അങ്ങനത്തെ ഒരു സാധനമാണിത്. വൈശാഖ് സർ ഹീസ് വെരി ഓപ്പൺ ടു എവറിബഡി സജഷൻസ്. ഇപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ട്, ഇത് നമ്മൾ ആദ്യം ചോദിച്ച് മറന്നു പോയാലും കൊച്ചെന്തോ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞ് ഈ കം ബാക്ക് ടു ഇറ്റ്. എന്താ ചോദിച്ച് അപ്പോൾ സജഷൻസ് ആണെങ്കിൽ സജഷൻസ്. ഇൻഫാക്ട് ഇൻ ഗവൺമെൻറ് ഒരു സീനിൽ ദിവസം എൻ്റെ ഒരു ക്ലോസ് എടുത്തുകൊണ്ടിരിക്കുക റിയാക്ഷൻ. ലൈക്ക് സർ പക്ഷേ ഈ ക്യാരക്ടറിന് ഈ സമയത്ത് ഇതല്ലേ, ഇതും കൂടെ വരില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ യൂസ് ലൈക്ക് അത് ശരിയാണല്ലോ, നമുക്ക് മറ്റേ പുള്ളിക്ക് ഒരു എക്സ്ട്രാ ഷോട്ട് ആഡ് ചെയ്യാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഈസ് വെരി ഓപ്പൺ ടു എനി സജഷൻസ്, എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ. അപ്പോൾ അതൊരു ഒരു ഇത്രയും എന്താണ് പറയുക കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് കൊടുത്ത ഒരു ഡയറക്ടറിന് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാച്ചു കണ്ടിരുന്നോ മമ്മൂക്ക? ആ കണ്ടിരുന്നു. എന്താ പറഞ്ഞ ഫസ്റ്റ് കണ്ടപ്പോ? ആക്ച്വലി പാച്ചു കണ്ടിട്ടാണ് ഇതിലോട്ട് വിളിക്കാം, അല്ലെങ്കിൽ പാച്ചു സിമിലാരിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു സിമിലർ ഇൻസ്റ്റൻസസ് ഒന്നോ രണ്ടോ ഉണ്ട് ബിറ്റ്വീൻ ഇന്ദുലേഖയ്ക്കും. അത് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇന്ദുലേഖ ആൻഡ് ഹംസധ്വനിക്ക് ക്യാരക്ടർ സിമിലർ അല്ലെങ്കിലും കുറച്ച് സിമിലർ ഇൻസ്റ്റൻസസ് രണ്ടും ഒന്നുണ്ട്. അപ്പോൾ പാച്ചു കണ്ടിട്ടാണ് വൈശാഖ് സാറും കണ്ടു, മമ്മൂക്കയും കണ്ടു. അങ്ങനെയാണ് ഈ കുട്ടി ഇന്ദുലേഖ ചെയ്യാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്. അങ്ങനെ മിഥുൻ ചേട്ടനോടും ചോദിച്ചു. സോ ഓക്കെ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു. അഞ്ജന കവിത എഴുതറിയോ? അറിയാം. അഞ്ജന അതില് ലൊക്കേഷൻ വേളകൾ ആനന്ദമാക്കാൻ വേണ്ടി ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്ത സമയത്ത് ഞാനത് സ്റ്റോറി എന്താന്ന് ചോദിച്ചു. അത് ചുമ്മാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുതുമ്പോ ഞാനും വായിക്കാറൊക്കെ. ഫുൾ ഡാർക്ക് ലൈക്ക് എന്താണ് ഓൺലൈൻ ഡയറി പോലെ ഇങ്ങനെ ഒരു എഴുതി വിടുന്നു. നമുക്ക് കാണിച്ചു കൊടുത്തായിരുന്നു. അയ്യോ ഇല്ല, ആ ഭാഗത്തോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ഇൻട്രസ്റ്റ് ആണ്. പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് വായിക്കും അല്ലേ, അപ്പം ഞാൻ മമ്മൂക്ക കുറച്ച് അതെനിക്ക് തോന്നി നോക്കും എഴുതുകൊണ്ടോ. അപ്പൊ ഞാൻ അല്ല ചുമ്മാ എന്തോ ഞാൻ പറഞ്ഞു പോയി, പേരിന്റെ എന്നും പറഞ്ഞൊന്നുമില്ല, പേര് ചുമ്മാ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണം. അതുകൊണ്ട് ചുമ്മാ എക്സ്പ്ലെയിൻ കാണാൻ മതി. മലയാളത്തിൽ അത്രയല്ല, ഇംഗ്ലീഷിൽ കുറച്ച് എന്താന്നൊക്കെ ഉണ്ട്. അതെ, എന്നാ പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ അത്രേ ഉള്ളൂ. ആ കോൺവെർസേഷൻ മിഥുൻ ചേട്ടൻ ഭയങ്കരമായിട്ട് വായിക്കില്ലേ? ഐ തിങ്ക് ഹി യൂസ് ടു ബി. ഇപ്പൊ പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ബിസി സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര ഒബ്സർവേഷൻ, എല്ലാരെയും ഒബ്സർവ് ചെയ്യും, അങ്ങനത്തെ ഒരു ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസ് ഉള്ളത്. ഇപ്പോ വി ഹാവ് എ സ്മോൾ സെഗ്മെന്റ്. അപ്പോൾ പെട്ടെന്ന് ആൻസർ പറയണം. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീക്വൻസിൽ ഏറ്റവും അടിപൊളി എന്ന് തോന്നിയ സീക്വൻസ് ഏതാണ്? നമ്മൾ ഒരു കോമ്പറ്റീഷൻ അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഒരെണ്ണം അത് പക്ഷെ ഫണ്ണൊന്നും അല്ല, സീരിയസ് കൈൻഡ് ഓഫ്. മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീക്വൻസിൽ ഏറ്റവും ടെൻഷൻ അടിച്ചത്? എനിക്ക് ഇതേ സീക്വൻസ് ഈ എല്ലാരും ഉള്ള ഇമോഷണൽ സീൻ. എനിക്ക് ഏറ്റവും ടെൻഷൻ അടിച്ചത് എനിക്കൊന്ന് ക്ലൈമാക്സ് പോർഷൻ ആണെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് പോർഷൻ. ഇത്ര നാളത്തെ സിനിമാ ജീവിതത്തിൽ സിനിമ പഠിപ്പിച്ച ഒരു പാഠം? എനിക്ക് എവറിത്തിങ് ഇസ് ടെമ്പററി. ഫെയിലിയർ ഇസ് ടെമ്പററി, സക്സസ് ഇസ് ടെമ്പററി, എല്ലാം ടെമ്പററി. ഇന്ന് വരും നാളെ പോകും. എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ എന്ന് പറയുമ്പോഴാണ് വെയിറ്റ് പേഷ്യന്റ്ലി നല്ല കാര്യങ്ങൾ സംഭവിക്കും. പേഷ്യൻസ് ഇസ് ഇമ്പോർട്ടന്റ്. മമ്മൂക്കയുടെ അധികം ആർക്കും അറിയാത്ത ഒരു ടാലന്റ് ഉണ്ടോ? അത് മോസ്റ്റ്ലി പുള്ളിയുടെ ടാലൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. പുള്ളി ആൾക്കാരെ കളിയാക്കാൻ എന്താ ഒരു വർക്കി സൈഡ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പുള്ളിയുടെ ഫൺ സൈഡ് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഈ കൗണ്ടർ പറയാ കളിയാക്കാൻ ഇൻസൾട്ട് കഴിഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ചത്.
ചുമ്മാ രസ പ്രാങ്ക് ഒരു പ്രാങ്സ്റ്റർ അങ്ങനെ അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ഒരു സൈഡ് ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പടം നമുക്കോടൊപ്പം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ റാഗി നേട്ടിട്ടുണ്ട് സെറ്റിലൊക്കെ വെച്ചിട്ടൊക്കെ. അതായി പറഞ്ഞത് അത് റാഗിങ് അല്ല, പ്രാങ്ക് ചെയ്ത് ഐസ് ബ്രേക്ക് ചെയ്യിക്കാന്നൊക്കെ പറയണ. അത് ജസ്റ്റ് കോമഡി പറയുന്ന കോമഡി ഉള്ളു, അതായത് മറ്റേ പ്രാങ്ക് സെറ്റപ്പ് അതൊന്നും ഇല്ല. ചെയ്യിപ്പിച്ചോ എന്തെങ്കിലും? ഇല്ല, അതാ നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ആ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് കാര്യം എന്താ? ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ചെയ്തിട്ട് അഡ്വഞ്ചറസ് കാര്യം എന്താ? മഞ്ഞുമൽ ബോയ്സ് പോലെയൊക്കെ എന്തെങ്കിലും? അയ്യോ, അത്ര അഡ്വഞ്ചർ അത് കുറച്ച് കൂടിപ്പോയി. ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബർത്ത്ഡേ സർപ്രൈസസ് മേ ബി അവർക്ക് വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്യുക, സംതിങ് ലൈക്ക് ദാറ്റ്. അല്ല അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഞാനത് സ്റ്റിയർ ഹെഡ് അങ്ങനെ അധികം പറയാൻ മാത്രമൊന്നുമില്ല. അഡ്വഞ്ചർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ. നിങ്ങൾ പരസ്പരം കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താ? നിരഞ്ജന എനിക്ക് തോന്നുന്നു ഞാൻ പാച്ചു കണ്ടു കഴിഞ്ഞ് അഞ്ജനയാണ് ക്യാരക്ടർ ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ മിണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു ആദ്യം കണ്ടു കഴിഞ്ഞ സമയത്ത്. ഭയങ്കര സീരിയസ് ലുക്ക് ടെസ്റ്റിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അപ്പം അങ്ങനെ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കാൻ പറ്റാത്ത. പിന്നെ എനിക്ക് 2-3 മിനിറ്റ്സ് നമ്മള് ഭയങ്കര വെരി സ്വീറ്റ്. പിന്നെ വെരി സ്വീറ്റ് ഇതന്നെയാണ്, വെരി സ്വീറ്റ്, ഭയങ്കര കാമാണ് നിരഞ്ജന. ജനറലി നമ്മളൊക്കെ കുറച്ച് ഹൈപ്പർ ആയിട്ട് ഇങ്ങനെ എന്താന്നറിയില്ല, ഇവിടെ എല്ലാവരും എന്നെ വീട്ടിൽ പറഞ്ഞു ഐ തിങ്ക് ടർബോയിൽ തന്റെ ഇമേജസ് ലൈക്ക് കുറച്ച് കാമായിട്ട്. ഒരു കാലത്ത് സംഭവിച്ച ഒരു മോശം കാര്യം പിന്നീട് നല്ലതായിട്ട് വന്നിട്ടുണ്ടോ? ഒരു കാലത്ത് സംഭവിച്ച മോശം പിന്നെ ശേഷം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് തിരിഞ്ഞു എനിക്ക് എപ്പോഴും അത് വേറെ പോലെ ആയിരുന്നെങ്കിൽ എപ്പോഴും ആ മൊത്തം കാര്യം ശരി അതിന്റെ ഒരു ആവശ്യമില്ല, മൊത്തത്തിൽ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഞാൻ പണ്ട് ഒരു ഓഡിഷൻ ചെയ്തിട്ട് ഡിഡ്ന്റ് വർക്ക്, പക്ഷെ പടം ഡിഡ്ന്റ് വർക്ക്. സോ ദെൻ ഐ വാസ് ലൈക്ക് ഓക്കേ നന്നായി തോന്നുന്നു. എനിക്ക് രണ്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് വർക്കായി അപ്പൊ ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ, അതുണ്ടായിട്ട് അതെനിക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാതെ അതുണ്ട്, അത് നല്ലത് എൻജോയ് ചെയ്യാൻ. മറ്റുള്ളവർക്ക് നിങ്ങളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ? ഉണ്ടോ? ഉള്ളതായിട്ട് പറയാറുണ്ട്. എന്താ ക്വയറ്റാണ് മിണ്ടാൻ ബുദ്ധിമുട്ടാണ്. അതെനിക്കുണ്ട്. മിണ്ടാൻ ബുദ്ധിമുട്ട്, ഇന്റിമിഡേറ്റിംഗ് അല്ല, ആർക്കും ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ സംസാരിക്കാൻ തോന്നാറില്ല അങ്ങനെയൊക്കെ. അല്ല തിങ് ഈസ് നമ്മുടെ നാട്ടിൽ അറിയാലോ, കുറച്ച് ക്വയറ്റ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയ ഉടനെ ചാടാന്ന് പറയും. അപ്പൊ അതുണ്ട് എന്തായാലും എനിക്ക് വേണ്ടത്. അതെനിക്ക് എന്റെ അമ്മയും പറയും എന്തോ അപ്രോച്ചബിൾ അല്ല അങ്ങനത്തെ. അത് പുള്ളിക്കാരിക്കും പങ്കുണ്ടല്ലോ. ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും മോശം അഡ്വൈസ് എന്താ? അഡ്വൈസ് എനിക്ക് ആക്ടിങ് റിലേറ്റഡ് ഞാൻ പറയാം. എനിക്കൊന്നും നമ്മളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അതൊരു പറയാം, ഒരു ആവശ്യമില്ലാത്തൊരു അഡ്വൈസ്. ആസ് എൻ ആക്ടർ എല്ലാവരും നമ്മളെ അറിയണം. അതായത് ഒരു ആക്ടർ ഇഫ് ഐ എം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, അത് തന്നെ ഒരു ആക്ടറിന് മോശമാണ്. എല്ലാവരും കാരണം ഇപ്പൊ നമ്മള് പുതിയൊരു ഇൻഡസ്ട്രിയിൽ പോവാണെങ്കിൽ അവർക്ക് നമ്മൾ അറിയില്ലല്ലോ. നമ്മള് ഐ തിങ്ക് വി ഷുഡ് ആക്ച്വലി, എൻ്റെ ആക്ച്വലി ഓപ്പോസിറ്റ് ആണ്. ഐ തിങ്ക് വി ഷുഡ് ബി യൂസ് ടു ഇൻട്രൊഡ്യൂസിങ് ആൾസെൽസ് എവറിവെയർ. ഞാൻ പിന്നെ ആളാണ് ഇന്നതാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അപ്പൊ എനിക്കതൊരു മറ്റേ ഒരു ഫേസ് എല്ലാവരും സിനിമ കാണാത്ത ആൾക്കാർ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ ഇൻട്രൊഡ്യൂസിന്റെ അവസ്ഥ വരരുത്. അത് ഐ ഫീൽ ഇസ് വെരി ബാഡ് അഡ്വൈസ്. എനിക്കൊന്ന് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ വെറുതെ പറയുന്ന ആൾക്കൊന്നും ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്ക് റെഗുലർലി ആക്ടേഴ്സ് കേട്ടില്ലേ കുറച്ചുകൂടെ PR അതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു ചെലവും ഇല്ലാതെ വന്ന് പറയാം. അപ്പൊ
നമ്മള് കേക്കും, പക്ഷെ ഞാൻ എനിക്കൊന്നും ഒന്നും കേട്ടിട്ടില്ല. പറഞ്ഞ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും. ആരും പറയില്ലേ, പറഞ്ഞാൽ കാമായതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല. എന്ത് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പാളിപ്പോയ കുക്കിംഗ് എക്സ്പെരിമെന്റുകൾ ഉണ്ടോ? പാളിപ്പോയ കുക്കിംഗ് എക്സ്പീരിയൻസ്, ഞാൻ പണ്ട് കൊച്ചായിരുന്നപ്പോ ഒരു മറ്റേ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ടാണ്. ഇവിടെ ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുൻ. ഭയങ്കര പാടാത്. അത് ആയി, പക്ഷെ ഇങ്ങനെ പൊടിഞ്ഞ് പൗഡർ ഗുലാബ് ജാമുൻ. അത് കറക്റ്റ് ആയിട്ട് റൗണ്ട് കൺസിസ്റ്റൻസി വേണം ആ ഇതിന്. ബ്രേക്ക് വരാൻ പാടില്ല. ഇത് പൊടിഞ്ഞു പോയി, സിറപ്പും അതൊക്കെ വന്നു, പക്ഷെ പൊടിഞ്ഞ് പോയി. എനിക്ക് കൊറോണയുടെ സമയത്ത് അപ്പോഴാണ് എനിക്കൊന്ന് ഞാൻ ഈ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാജു കത്ലി ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വീട്ടിലുണ്ടാക്കി യൂട്യൂബ് നോക്കിയിട്ട് അത് അവസാനം മറ്റേ ഉണ്ടാക്കി വന്നപ്പോ ഇത് ഷീറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് മറ്റേ ക്ലേ പോലെ ആയിപ്പോയി. അതായത് ഇങ്ങനെ മാവ് പോലെ. ഇതെങ്ങനെയാ തിന്നണ്ട. ഞാൻ പിന്നെ ഒരു പടം ഉണ്ടല്ലോ മറ്റേ അമ്മക്കിളി കൂടുതലായിട്ട് ഉപ്മാവ് വെള്ളാക്കിയിട്ട് ഇതെന്താണ് സൂപ്പ്. ഞാൻ അവസാനം ഇതിന്റെ ബോളിലൊക്കെ ആക്കിയിട്ട് കാജു കത്ലി പുതിയ കൺസിസ്റ്റൻസിൽ മാവ പശ മൊത്തം ചെമ്മേനെ എല്ലാവരും ഇരുത്തി. ഇപ്പോ ജീവിതത്തിൽ ഇപ്പോ മമ്മൂക്കയോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം തരുന്ന ചില ഇപ്പൊ ഉപദേശങ്ങളല്ല, ഒരു ലൈഫ് ഓപ്പണിംഗ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ജേർണിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. നമ്മൾ ആ ട്രാവലിലാണ് നമ്മൾ ഏറ്റവും വിളിച്ചത്. ഈ സിനിമ എന്താ പഠിച്ചിട്ടുള്ള ഒരു മമ്മൂക്ക ഫാക്ടർ എന്തായിരിക്കും? അല്ല, പുള്ളി നമ്മളിപ്പോഴും കാണുമ്പോ എന്താ പറയാ, ഹി സ്റ്റിൽ ട്രൈങ് ടു ഡു എ ഗുഡ് ഷോട്ട്. പുള്ളിക്കാരെ അധികം അഡ്വൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കണ്ടുപഠിക്കുക എന്നുള്ളതാണ് മെയിൻ. അതായത് പുള്ളിയുടെ ആക്ഷൻസിൽ നിന്ന് കണ്ടുപഠിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ഈ ഒരു സമയത്തും ഇല്ലത് ശരിയാവുന്നുണ്ടോ, ശരിയാക്കണം, അത്രയും പാഷനേറ്റ് ആയിട്ട്, അത്രയും എനർജി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രായത്തിൽ ഇത്ര എനർജി ചെയ്യുന്ന അത് തന്നെ അതാ പുള്ളിയെ മൊത്തത്തിൽ ഒന്ന് കണ്ടുപഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ അല്ല ഉണ്ട്. കാരണം മിഥുൻ ചേട്ടൻ ഞാനും ഇരിക്കുമ്പോൾ ഈ കോൺവെർസേഷൻ തന്നെ വന്നിട്ടുണ്ട്. മിഥുൻ ചേട്ടൻ മനസ്സിലായി ഞാൻ ഈ പ്രായത്തിൽ എണീറ്റ് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും സെയിം എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഹീസ് ഡൂയിങ് സംതിങ് ദാറ്റ് വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ ഡൂ എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ പുള്ളിയെ കണ്ടുപിടിക്കുക, ഇപ്പോഴും പുള്ളിയുടെ ഓരോ ഷോട്ടിനുള്ള എഫേർട്ട് കണ്ടുപിടിക്കുക, അത് തന്നെ ഹാർഡ് വർക്ക് കണ്ടുപിടിക്കുക. എനിക്കൊന്ന് കണ്ട് പഠിക്കാൻ ഈ പറഞ്ഞതുപോലെ പഠിക്കുന്നതിലും കൂടുതൽ ആരാധിക്കുക എന്നുള്ളതാണ് പറയാം. കാരണം പഠിക്കാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് പറ്റും അത്ര കഴിവൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ടേക്ക് ബാക്ക് എന്നുള്ളൊരു ആരാധന ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലോകം മുഴുവൻ എനിക്കൊന്ന് ഉറ്റുനോക്കി ആരാധിക്കും. കാരണം ഇത്രയും പ്രൈമിൽ ഇപ്പോഴും കരിയർ പ്രൈമിൽ നിൽക്കുന്ന എപ്പോഴത് ഐ മീൻ ഒരു വണ്ടറാന്ന് തോന്നുന്നു. 8 വണ്ടേഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു വലിയ വണ്ടർ. അത് ആരാധനയും റെസ്പെക്റ്റും ഒരുപാടുണ്ട്. അതിലുപരി എനിക്കൊന്നും ഭയങ്കര നല്ല മനസ്സിന് ഒരു ഉടമയും കൂടിയാണ്. ഫീൽ അബവ് എവറിത്തിങ്. കാരണം എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ബർത്ത്ഡേ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര മോശം ഒരു മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്തോ കാരണവശാൽ ഇങ്ങോട്ട് ചോദിക്കണേ ഹൗ ആർ യു എന്തോ ചോദിച്ചു. ഞാനൊരാവശ്യമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തൊക്കെയോ അയച്ച സ്റ്റോപ്പ്. അപ്പൊ പുള്ളി തിരിച്ചയച്ച മെസ്സേജ് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ്. പക്ഷെ പുള്ളി അയച്ചൊരു രണ്ട് വരിയുണ്ട്, ദി സ്ട്രഗിൾ ഇസ് ദ ഗുഡ് പാർട്ട്, വൺസ് യു റീച്ച് ദെയർ ഇറ്റ്സ് നോട്ട് എക്സൈറ്റ്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ജെസ്റ്റേഴ്സ് എന്നെ പോലുള്ള ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പം ഭയങ്കര ഹോപ്പായിരിക്കും ആ ഒരു നിമിഷം കിട്ടുന്നത്. അപ്പൊ ആ രീതിയിൽ ഐ തിങ്ക് അത്രയും എല്ലാവർക്കും വേണ്ടി ചിന്തിക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് വേണ്ടി എംപത്തറ്റിക് ആവുന്നത് ഇസ് നോട്ട് ഫോർ എവറി. എല്ലാരെ കൊണ്ടും സാധിച്ചോളൊന്നുമില്ല ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. മനസ്സുണ്ടാവുമായിരിക്കും, പക്ഷെ ഈസ് വെരി ഡിവൈൻ. അത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ആയിരിക്കാം. ഐ തിങ്ക് ഈസ് വെരി ഡിവൈൻ ഇൻ ദാറ്റ് സെൻസ്. ഇപ്പൊ ഈ പറഞ്ഞപ്പോഴേ ആലോചിച്ച്, ഞങ്ങൾ അവിടെ ദുബായിലായിരുന്നപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ ബ്രദറും അവരൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ അഞ്ജനയ്ക്ക് സെൽഫി വേണ്ട, ഞാൻ വേണം എപ്പോഴും ചോദിക്കും, പുള്ളി ചോദിക്കും ഇങ്ങോട്ട്. അപ്പോൾ ഫോൺ എടുത്തു, പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോണിൽ പിടിച്ചു. ഫോണല്ല എന്നെ പിടിക്കാൻ, അടുത്ത് നിൽക്കാൻ. വെരി, ഞാൻ ഒന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല, പുള്ളി എന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്തോന്ന് പറഞ്ഞു. സോ വെരി കൺസിഡറേറ്റ്. എല്ലാവരോടും അങ്ങനെയായിട്ട് ആക്ച്വലി മീൻസ് ഈ പറഞ്ഞ പോലെ. അല്ല, സി ഓഫ് കോഴ്സ് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ഒരു മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന, ഭയങ്കര ടയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് യു ബട്ട് ഹീസ് കൺസിഡറേറ്റ്. കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ എല്ലാം എല്ലാവരോടും ഒരേപോലെ. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ ഇൻസിഡന്റോ ഒരു കഥയോ നല്ലത് പറയാൻ എന്തെങ്കിലും
എന്തെങ്കിലും ഉണ്ടാവും, ഒരു നല്ല കഥ പറയാനുണ്ടാവും. അത് എനിക്ക് തോന്നുന്നുണ്ട് അത് ഐ തിങ്ക് ദാറ്റ്സ് വൈ ഹീസ് ഗ്രേറ്റ്. ഇപ്പൊ ഓരോ ഘട്ടം കഴിയുന്നു. ഇപ്പൊ അനൗൺസ്മെന്റ് മുതൽ ഓരോ സ്റ്റേജിലും ടർബോ വലുതാവാണല്ലോ. ഇന്ത്യൻ ആക്ടേഴ്സ് വരുന്നു, രാജ്ബി ഷെട്ടി വരുന്നു, സുനിൽ സാർ വരുന്നു, ദിലീഷ് ചേട്ടൻ വരുന്നു. സോ നിങ്ങൾ എവിടെ പോയാലും ഇപ്പൊ എന്താ ഈ ടർബോയുടെ കാര്യം ഇപ്പൊ ഈ 23rd ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഭാരം ഉണ്ടല്ലോ, അത് ഇറക്കിയൊക്കെയാണല്ലോ. അതിന്റെ ഒരു പ്രതീക്ഷകൾ എന്താ പറയാ? ട്രെയിലറിന് ഇത്രയും റെസ്പോൺസ് കിട്ടിയോണ്ട് തന്നെ ഒരു റിലീഫും ഉണ്ട്, പക്ഷെ സെയിം ടൈം ഒരു നെർവസ്നെസ്സും ഉണ്ട്. സിനിമ ഇതേപോലെ ആക്സെപ്റ്റ് ചെയ്യണം, എനിക്കൊന്ന് ആശയുണ്ട് എല്ലാവർക്കും ഇതേപോലെ ഒരു ഇഷ്ടം എല്ലാവർക്കും സിനിമയോട്. ഐ തിങ്ക് ഈ പോയിന്റിൽ മിഥുൻ ചേട്ടൻ മഞ്ഞൊരു റിലീഫാണ് അല്ല, വർക്ക് ആയല്ലേ ആശ്വാസം, നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഈ മാഗ്നിറ്റ്യൂഡിൽ കാരണം ഞങ്ങളുടെ ഒക്കെ ഭാഗങ്ങള് ഇൻ ദ ഹോൾ സ്റ്റോറി അത് വർക്ക് ചെയ്യുന്നു, ആ ക്യാരക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന പറയുന്നത് തന്നെ ഇസ് എ ബിഗ് ഡീൽ. വലിയ കാരണം ഭാഗ്യമാണ്. അപ്പൊ അത് തന്നെ ഇസ് ഗുഡ് ഡീൽ. മൊത്തത്തിൽ കണ്ടിട്ട് ഇനി ബി എന്റർടൈൻ, ഇഷ്ടപ്പെടണം അതിയായി എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്റർടൈനർ ആണ്, ബി എന്റർടൈൻഡ്. അത് അപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ പള്ളിപ്പെരുന്നാളടി, ബസ് പള്ളിപ്പെരുന്നാളടി, ബസ് അടി, വേറെ പോലീസ് സ്റ്റേഷൻ അടി. അപ്പോ ഇതെല്ലാം കാണാൻ വേണ്ടി ഞങ്ങളും എക്സൈറ്റഡ് ആണ്. കുറച്ച് നേരത്തെ എല്ലാവരും അതിൽ കൂടുതൽ എക്സൈറ്റഡ് ആണ്. അപ്പോ എല്ലാവിധ ആശംസകളും നേരെയാണ്. നിങ്ങളുടെ കരിയറിൽ പറഞ്ഞ പോലെ ടർബോ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു സോ മച്ച്.